പൊഴിയൂരിലും കടലാക്രമണം രൂക്ഷമാണ്. ആഷിൻ ഡിയാഗോ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആഷിൻ ഡിയാഗോ, പൊഴിയൂരിൽ എന്താണ് അവസ്ഥ ഇപ്പോൾ? ഡോക്ടർ അരുൺ, പൊഴിയൂരിൽ സ്ഥിതിഗതികൾ വളരെ രൂക്ഷമാണ്. കടലാക്രമണം എനിക്ക് പിന്നിൽ കാണാം. വലിയ തരത്തിലുള്ള കടലാക്രമണമാണ് പൊഴിയൂർ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഏതാണ്ട് 15ഓളം വീടുകൾ ഈ ഒരു കടലാക്രമണത്തെ തുടർന്ന് ഇന്ന് രാത്രി മുതൽ ആരംഭിച്ച കടലാക്രമണത്തിൽ ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോഴുള്ളത് ഈ പൊഴിയൂർ പരുത്തിയൂർ സ്വദേശിയായ അലക്സിന്റെ വീട്ടിലാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്ന അലക്സിന്റെ വീട്ടിലേക്ക് തിരമാലകൾ രാത്രിയോടെ അടിച്ചു കയറി 11-12 മണിയോടുകൂടി തന്നെ അലക്സും കുട്ടികളും ഇവിടെ നിന്ന് ഇറങ്ങി ഓടേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അലക്സിന്റെ വീടിന്റെ പുറകിലെ ഭാഗം പൂർണ്ണമായും തന്നെ ഇടിഞ്ഞു വീണിരിക്കുന്നു. അടുക്കള ഭാഗം മുഴുവനായി ഇടിഞ്ഞു വീണിരിക്കുന്നു. അതിരൂക്ഷമായ കടൽ ആക്രമണമാണ് ഈ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അലക്സിന്റെ വീട് മാത്രമല്ല, അലക്സിന്റെ ചുറ്റുമുള്ള വീടുകളിലും ഇത്തരത്തിൽ കടൽ അടിച്ചു കയറി വീടുകൾ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ വീടിന്റെ പുറകുവശം പൂർണ്ണമായും തന്നെ വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവർക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കാനോ അല്ലെങ്കിൽ ഇവരെ പുനരധിവസിപ്പിക്കാനോ അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇവരുടെ രാവിലെ മുതൽ ഇവിടെ തന്നെ ഇവർ സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് മാറ്റി എങ്ങോട്ട് പോകണം എന്നറിയാതെ നിൽക്കുകയാണ്. ചേട്ടാ, എപ്പോഴായിരുന്നു കടലാക്രമണം രൂക്ഷമായത്? രാത്രി നിങ്ങൾക്കിടെ വീട്ടിൽ ഉറങ്ങുമായിരുന്നു? അതെ, ഞാനും അമ്മയും എൻ്റെ മക്കളും ഭാര്യയും ഞങ്ങളിവിടെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഒരു 11:30 കൂടി തന്നെ ഇത് ചെറിയൊരു സൗണ്ട് കേട്ടായിരുന്നു. അപ്പോൾ പോയി നോക്കിയപ്പോൾ പൂർണ്ണമായിട്ട് അങ്ങനെ ഇത് ഫുള്ളായിട്ട് അങ്ങനെ താഴോട്ട് വീഴുന്ന ഒരു ദൃശ്യമാണ് ഞങ്ങൾ കണ്ടത്. അതിനുശേഷം ഈ മേശയാണ് ഈ വാതിൽ ഞങ്ങൾ അടച്ചു വെച്ചിട്ട് ഇവിടെ കിടന്നത്. നല്ല മഴയായിരുന്നു, നല്ല മഴയും കാറ്റും ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ തന്നെ കടലാക്രമണവും കൂടെ ഉണ്ട്. അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ നല്ലൊരു കാറ്റ് വീണോടുകൂടി ഷീറ്റോടും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ പറത്തി കൊണ്ടുപോവുകയും പിന്നെ ഞങ്ങൾക്ക് ഒരു ഭയാനകമായ ഒരു രീതിയായിരുന്നു. ഇന്നലെ ഇവിടെയാണ് ഞങ്ങൾ കഴിച്ചു കൂട്ടിയത്. ഇന്ന് രാവിലെ സാധനങ്ങളെടുത്ത് മാറ്റി വേറൊരു വീട്ടിലാണ് ഞങ്ങൾക്ക് പോകാനായിട്ട്. പുനരധിവാസത്തിന് ഞങ്ങൾക്ക് ഇനി പോകണമെങ്കിൽ തന്നെ പോകാനായിട്ട് ഒരു വഴിയില്ലാതെയാണ് ഞാനും മക്കളെ നിൽക്കുന്നത്. ഇത് ഇവിടെ ഉണ്ടായിരുന്നോ? പേടിച്ചായിരുന്നു ഇത് കണ്ടിട്ട്? രാത്രി എന്ത് ചെയ്തു? വന്നിട്ട് ഉറങ്ങിയില്ല രാത്രി? വേറെ കൂട്ടുകാരുടെ വീട്ടിലോട്ടൊന്നും പോകാൻ സ്ഥലമില്ലല്ലേ? എപ്പോഴായിരുന്നു ചേച്ചി നിങ്ങളൊക്കെ ഇവിടെ ഉണ്ട്? 11:30 തുടങ്ങി. ഇതുവരെ ആരും ഞങ്ങൾ നോക്കാനൊന്നും വന്നില്ല. മാറ്റി വേറെ സ്ഥലത്തേക്ക് പോകാനില്ല? എല്ലാം പേടിച്ച്, അമ്മയും പേടിച്ച് ഇപ്പൊ ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കും. ചേച്ചി കൊണ്ടുപോയി, ഇതുവരെ കൊണ്ടുവന്നില്ല. എന്താന്ന് അറിഞ്ഞൂടെ. അരുൺ, നിരവധി കുട്ടികളടക്കം കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ്, കുടുംബങ്ങൾ തിങ്ങി നിറഞ്ഞ് കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പരുത്തിയൂർ എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു വീടിൻ്റെ അവസ്ഥ മാത്രമാണ് നമ്മൾ കാണിച്ചത്. പക്ഷേ ഇതേ 15ഓളം വീടുകളിൽ ഇതേ അവസ്ഥയാണ് ഉള്ളതെന്നാണ്. അലക്സിൻ്റെ വീടിൻ്റെ നേരെ മുൻവശത്തുള്ള വീടിൻ്റെ അവസ്ഥ കൂടിയാണ് നമ്മൾ ഈ കാണുന്നത്. ആ വീടിൻ്റെയും പിൻഭാഗം പൂർണ്ണമായും ഇടിഞ്ഞ് താഴേക്ക് വീണ ഒരു സാഹചര്യമാണ്. നമുക്ക് ഇവിടെ ഇറങ്ങുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഭീകരാവസ്ഥ കാണാൻ കഴിയും എന്നുള്ളതാണ്. കാരണം ഈ ഭാഗത്ത് മുഴുവനായത് ഈ ഭാഗത്ത് വീടുകളെല്ലാം തന്നെ ഈ ഭാഗത്ത് വീടുകളെല്ലാം ഈ ഭാഗത്ത് തീർച്ചയായും ഈ ഭാഗത്ത് വീടുകളും ഈ കാണുന്നതെല്ലാം ഇന്നലെ രാവിലെയും ഇന്ന് പുലർച്ചെയും ഇന്നലെ രാത്രിയോടും കൂടി തന്നെ കടലാക്രമണത്തിൽ ഇടിഞ്ഞു വീണ വീടുകളുടെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് എന്നുള്ളതാണ്. ഇവിടെയൊക്കെ നമുക്ക് കാണാം എന്ത് ചെയ്യണം എന്നറിയാതെ ഓരോരുത്തരായി ഇവിടെ വീടിന് പുറകിലൊക്കെ വന്ന് നിൽക്കുന്ന കാഴ്ചയും നമുക്കിവിടെ കാണാം. ഒപ്പം തന്നെ അതിശക്തമായ തിരയടിയും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്നിട്ടും ഇവരുടെ ഈ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. രാവിലെ എങ്ങോട്ട് മാറി നിൽക്കണം അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഇവർ ഇപ്പോഴും ഒരു തീരുമാനമാകാതെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരെ എത്രയും വേഗം ഇവിടെ നിന്ന് മാറ്റി താമസിക്കാനുള്ള സൗകര്യം ഒരുക്കണം. ആരെങ്കിലും ഏതെങ്കിലും ഒരു അധികൃതർ ഈ ഭാഗത്തേക്ക് വരണം എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. നിലവിൽ ഇവിടെ നിന്ന് ആരും ക്യാമ്പിലേക്ക് മാറിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇവർക്ക് ഇവിടെ നിന്നും മാറാനുള്ള സാഹചര്യമല്ല ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഞാനാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ഇവിടെ നിന്ന് ആരും ഒരു ഗവൺമെന്റോ ഒരു പള്ളി വികാരിയോ ആരും ഇതുവരെ വന്നൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞു. അറിയിക്കേണ്ട എല്ലാവരെയും TV എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞു. ആരും ഈ വീടിന് ഇത് സംഭവിച്ചിട്ടോ അല്ലെങ്കിൽ താമസിക്കാൻ ഇവിടുന്ന് ക്യാമ്പിലേക്ക് മാറാൻ പറ്റി അവരോട് മാറാൻ പറയൂ അഷീൻ. കാരണം ഗവൺമെന്റ് UP സ്കൂൾ ഉണ്ടായിരുന്നു അന്ന്. ഇപ്പൊ അതും ജോയിൻ ചെയ്ത അവസ്ഥയിലാണ്. ഇന്നും ഒരാൾ ഇന്ന് 3 വർഷമായിട്ട് അവിടെ താമസിക്കുന്ന ആളുണ്ട് ഗവൺമെന്റ് UP സ്കൂളിൽ. ഞങ്ങൾ ഏത് ക്യാമ്പിലോട്ടാണ് പോവേണ്ടത്? ഈ
ആരാണ് ഇതുവരെയായിട്ട് ആരും വന്നില്ല. ഇതുവരെയും വന്നിട്ടില്ല. ഒരു ഞങ്ങളുടെ പ്രകടനം നടന്നിട്ട് പോലും ഇവിടെ ആരും വന്ന് തിരിഞ്ഞു നോക്കിയില്ല. എന്താണ് ഈ പ്രദേശത്തുള്ള നിലവാരം എന്ന് പോലും ഏത് മെമ്പർമാരും ആരും വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതുവരെ. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ 4 ശിശുക്കളെയും കൊണ്ട് ഈ മാതാപിതാക്കൾ എവിടെ പോവാൻ? എവിടെയാണ് കയറി കിടക്കേണ്ടത്? ഈ കടൽക്ഷോഭവും എല്ലാം അറിയാം. പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. അവരെവിടെയാണ് പോവേണ്ടത്? ഒരു ആറ്റിനായിട്ട് അവർ പണിയില്ലാതെ നശിച്ച് വാഗി വന്നതിനപ്പുറമായിട്ട് കടലിൽ പോകുന്നവർക്ക് ഭയങ്കര ക്ഷാമമാണ്. അതെല്ലാവർക്കും അറിയാവുന്ന വിഷയം. സ്ഥിരം കടലാക്രമണം ഇതുവരെയും ഇത് കടൽ കയറിയിട്ട് ഇതുവരെ അങ്ങോട്ട് കടൽ നീങ്ങിയിട്ടില്ല. അപ്പൊ ഈ അവസ്ഥയിൽ ഈ കുടുംബം എവിടെ പോയി താമസിക്കും? ബന്ധപ്പെട്ട അധികാരികൾ എന്താ പറയുന്നത്? ആരും വരുന്നില്ല, കണ്ണടച്ച് നിൽക്കുന്നു. വരുന്നില്ല ആരും. ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു വാടകയ്ക്ക് പോകണമെങ്കിൽ അതിന് പോലും സാമ്പത്തികം നമ്മുടെ അടുത്ത് ഇല്ല. ബന്ധപ്പെട്ടായിരുന്നു പഞ്ചായത്ത് മെമ്പർ എവിടെ? പഞ്ചായത്ത് മെമ്പർ എവിടെ? പ്രധാനപ്പെട്ട ചോദ്യമാണ് അശ്വിൻ. നമുക്ക് എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റിനെ കൂടി ബന്ധപ്പെടാം. എത്രയും പെട്ടെന്ന് അവരെ ആ സ്ഥലത്ത് നിന്ന് മാറ്റുക എന്നുള്ളതാണ്. ഞാൻ വിളിച്ചത് നിങ്ങളെ താമസിക്കാൻ പാടില്ല. കാരണം എനിക്ക് വിശ്വാസമുള്ള TV ആയതുകൊണ്ടാണ്. ദുർബലമാണ് അവിടുത്തെ അവസ്ഥ. നിങ്ങളെ വിളിച്ചിട്ടു. അപ്പൊ ഇവരെല്ലാരും കൂടെ ഈ വീട്ടിലെ വ്യക്തി ഇതാണ്ട്, ആ വീട്ടിലെ വ്യക്തി അപ്പുറത്തെ വീട്ടിലെ വ്യക്തി ഇതാണ്ട് പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് പോയി. ഞങ്ങൾക്ക് ഇതാണല്ലോ രൂപതയാണ്, ഞങ്ങൾ പള്ളിയാണ്, ഞങ്ങൾ വേറെ. ഞാൻ 4ാം ക്ലാസ്സേ ഉള്ളൂ. ഞാനാണ് ഇവിടെ നിന്ന് ഇവിടെ തന്നെ താമസിക്കുന്ന സുരക്ഷിതമല്ലല്ലോ. അപ്പൊ മാറി താമസിക്കാനായിട്ട് താമസിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാമ്പത്തികം ഇല്ല. ഞങ്ങളുടെ ഭർത്താക്കന്മാർ കടലിൽ പണിക്ക് പോകുന്നവരാണ്. അവർക്ക് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, മക്കളുടെ വിദ്യാഭ്യാസം നോക്കണം. പെട്ടെന്ന് ഒരു വീട് വാടകയ്ക്ക് എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് 50,000 രൂപ കൊടുക്കാനുള്ള കഴിവൊന്നും ഇല്ല ഞങ്ങൾക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പള്ളികളിൽ കയറി ഇറങ്ങുന്നത്, നമുക്ക് ബന്ധപ്പെട്ടവരെ കാണുന്നത്. പക്ഷെ ആരും ഞങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. പട്ടിയുടെ വില പോലും ഞങ്ങൾക്ക് തരുന്നില്ല. തീർച്ചയായും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ വീടിൽ മുഴുവൻ വിള്ളലുകളാണ്. മാത്രമല്ല ഇത് ഏത് സമയം വേണോ ഇടിഞ്ഞു വീഴാം എന്നുള്ളതാണ്. ഇതൊരു വീടിന്റെ മാത്രം അവസ്ഥയല്ല, ഈ ഭാഗങ്ങളിൽ താമസിക്കുന്ന മുഴുവൻ കുടുംബങ്ങളുടെയും അവസ്ഥയാണ് ഇത് എന്നുള്ളതാണ്.